മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. 1201 ഒന്നാം മാണ്ടത്തെ കർക്കടക മാസ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. കർക്കടക മാസം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ പ്രധാനമായിട്ടൊരു മാസമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക മാസമാണ്. നാട് മുഴുവനും രാമായണ മാസം ആചരിക്കുന്നു. മഴയും തണുപ്പും പട്ടിണിയും പാടം എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലത്ത് എല്ലാ മനുഷ്യരിലും സാധാരണ ജനങ്ങളിലും ഈ കഷ്ടപ്പാടിനേക്കാളൊക്കെ മുകളിലായിട്ട് ആധ്യാത്മികമായിട്ടുള്ള ശക്തി ഉണർത്താനും എല്ലാ ദുരിതങ്ങളെയും അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ പിതൃപരമ്പരകളാണ് ഈ കർക്കിടക മാസത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഏതൊരു പാപവും തീരുന്ന, ഏത് ലക്ഷ്യവും സാക്ഷാത്കരിക്കുന്ന, ഏതൊരു രീതിയിലുള്ള കർമ്മബന്ധത്തിനെ ഒഴിവാക്കുന്ന ഒരു സംഭവമാണ് രാമനാമം. രാമ 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 എന്നുള്ള നിരന്തര ജപം കൊണ്ട് കാട്ടാളനായിരുന്ന മറ്റെന്താ പറയുക, രത്നാകരനെ വിശ്വകവിയാക്കിയ, രാജകവിയാക്കിയ, വാൽമീകിയാക്കിയ മന്ത്രമാണ് രാമ മന്ത്രം. അതുകൊണ്ട് രാമായണ മാസം എല്ലാവരും ആചരിക്കണം. വീടുകളിലാണെങ്കിലും രാമായണം പോലുള്ള കാര്യങ്ങളൊക്കെ വായിക്കണം. അടുത്തൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തണം. മടി, അലസത, മഴ ഇതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് കർക്കിടക മാസം നമ്മൾ ആധ്യാത്മികമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കർക്കിടക മാസം തുടങ്ങുമ്പോൾ ഓരോ നക്ഷത്രങ്ങൾക്കും ഉണ്ടാകുന്നതായിട്ടുള്ള മാസഫലം പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നാളുകളായിട്ടല്ല, കൂറുകളായിട്ടാണ് പറയുന്നത്. കൂറുകളായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എല്ലാവർക്കും എത്താൻ പാകത്തിന് ഗുണദോഷങ്ങളെല്ലാം പറയുകയും അതിനുള്ള പരിഹാര സഹിതം പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ കൂറായിട്ടുള്ള മേടക്കൂറിൽ അശ്വതി, ഭരണി, കാർത്തിക, കാല് ഇത്ര നക്ഷത്രങ്ങളാണ് നിൽക്കുന്നത്. മേടക്കൂറുകൾക്ക് ഇപ്പം നിലവിലുള്ള കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടം, എടവം, മിഥുനം, കർക്കിടകം 4ാം ഭാഗത്തേക്ക് വ്യാഴവും സൂര്യനും നിൽക്കുന്ന ഒരു കാലമാണ്. 4ാം ഭാഗത്തേക്ക് വ്യാഴം വന്നു കഴിഞ്ഞപ്പോൾ മനസമാധാനം, അതേമാതിരി വീട്ടിൽ മൊത്തത്തിലൊരു അഭിവൃദ്ധി, സുഖം ഇതെല്ലാം ലഭിക്കേണ്ടതാണ്. പക്ഷെ അതിനോടൊപ്പം വേറൊരു കാര്യവും കൂടി സംഭവിച്ചു. എന്ന് വെച്ചാൽ സൂര്യൻ, ആദിത്യനും കൂടി 4ാം ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഫലങ്ങൾക്കൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞു കുടുംബസുഖം കൂടുന്നു പറഞ്ഞു. സൂര്യൻ്റെ കൂടി സാഹചര്യം വരുമ്പോൾ കുടുംബസുഖം അത്രമാത്രം കൂടുതലല്ല. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു ആധ്യാത്മികമായിട്ടൊക്കെ നിലപാട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾ ഈ കുടുംബക്ഷേത്രം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുടുംബക്ഷേത്രമൊക്കെ ആയിട്ട് സംബന്ധിച്ച് ഒരു ദിവസം സമയം ഉണ്ടാക്കി പോയി തൊഴുക. അതുമാതിരി ബാങ്കിങ് മേഖല, സർക്കാർ മേഖല അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും പദ്ധതികളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് സൂക്ഷിക്കണം. ലോൺ അടയ്ക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് എങ്ങനെയും അടയ്ക്കണം. ജപ്തി നോട്ടീസോ അല്ലെങ്കിൽ എങ്ങനെ കേസുകളൊക്കെ വന്നിരുന്നെങ്കിൽ പരിഭ്രമിക്കുകയല്ല വേണ്ടത്. അതിനൊക്കെ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് തീരുമാനം എടുക്കണം. നിയമങ്ങളെല്ലാം അനുസരിക്കണം. വാഹന ഉപയോഗമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ലൈസൻസും ബാക്കി സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ടേ പുകയുടെ കടലാസ്, മറ്റേ ഇൻഷുറൻസ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് കൃത്യമായിട്ട് സൂക്ഷിക്കണം. പോലീസുകാരെ വെട്ടിച്ചൊന്നും പോകാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉള്ള ചില ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ ചില അബദ്ധങ്ങളും കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മേടക്കൂറുകാർക്ക് 7ര ശനി കാലവും കൂടിയാണ്. ഇപ്പം നിലവിലെ 7ര ശനി എന്ന് പറഞ്ഞതായിട്ടുള്ള കാലവും കൂടിയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ 7ര ശനി ഒത്തിരി തടസ്സങ്ങളും അലസതയും മടിയും അഭിമാനക്ഷതം, അതേമാതിരി എന്താ പറയുക, ആത്മവിശ്വാസമില്ലായ്മ, വളരെ സൂക്ഷിച്ചൊക്കെ പണം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാലും പൈസ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ലാത്തവരിൽ മനോവ്യാധി, ഏകാന്തത, എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ, ഇതൊക്കെ 7ര ശനി തന്നതാണ്. അപ്പം 4ാം ഭാഗത്ത് സൂര്യൻ നിൽക്കുന്നത് കൊണ്ടും അതുപോലെ വ്യാഴം യോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ കുറച്ച് ദൂഷ്യങ്ങളൊക്കെ മാറും. അപ്പോൾ 2ലെ ചൊവ്വ അതും മനഃപ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്.
അതുപോലെ മക്കളും ഒക്കെ ആയിട്ടുള്ള വ്യാഴം സന്താനകാരകനാണ്. മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരൊക്കെ ആയിട്ടുള്ള കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധയൊക്കെ ആയിട്ട് പെടുത്തണം. ഷാടി കയറി പറ്റില്ല എന്ന് പറയുക, കർശനമായിട്ട് നിയന്ത്രിക്കാതിരിക്കുക. അതുമാതിരി അവർക്ക് കാശ് ഫീസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പൈസ എടുത്ത് നോക്കുമ്പോൾ സൂക്ഷിക്കണം. അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പറയത്തക്ക വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സൂര്യൻ 4 നിൽപ്പുണ്ടെങ്കിലും വ്യാഴവുമായിട്ട് യോഗ ചെയ്താൽ നിൽക്കണമെന്നുള്ളതുകൊണ്ട് വലിയ ചെയ്യുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വ്യാഴപ്രീതി വരുത്തണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുവിനെ തൊഴണം. അതുമാതിരി 7:30 ശനിക്ക് പരിഹാരം ചെയ്യണം. അതായത് ശനിയാഴ്ചകളിൽ ശിവനെയോ ശിവൻ ശാസ്താവ് അതുപോലെ ദേവതകളെയെല്ലാം ഭജിക്കണം. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുക. അതുമാതിരി വിളക്ക്, മാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നൈവേദ്യം, ചുരുക്കത്തിലുള്ള വഴിപാടാണ്. പക്ഷേ ഫലം വളരെ വിപുലമായിട്ടുള്ള വലിയൊരു ഇതാണ്. അതുമാതിരി പരമശിവൻ്റെ അമ്പലത്തിൽ എന്ത് ചെയ്യണം? ശനിയാഴ്ച ദിവസങ്ങളിൽ വിളക്ക്, കൂളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ്. ജലധാരയൊക്കെ ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. അതുമാതിരി വയസ്സായ അമ്മയോ മുത്തശ്ശിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ എല്ലാവരും കോർത്ത് സന്തോഷിപ്പിക്കുക. അതേമാതിരി 2ാം ഭാഗത്ത് ചൊവ്വ നിൽക്കുന്നതിൻ്റെ പേരിൽ ദേവി പ്രീതി തീർച്ചയായിട്ടും വേണം. അടുത്ത ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോയി തൊഴുത് ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാ മേടക്കൂറുകാർക്കും കർക്കിടക മാസം വളരെ ഐശ്വര്യപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുക. വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. ഈ വാട്സാപ്പ് നമ്പറിൽ ഡേറ്റ് ഓഫ് ബർത്ത്, കൃത്യമായിട്ടുള്ള ജനന സമയം, നിങ്ങളുടെ ജില്ല, നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള വലിയ പണച്ചെലവൊന്നും ഇല്ലാത്ത എന്നാൽ വളരെയധികം പ്രയോജനമുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ തന്നെ പറഞ്ഞു തരാവുന്നതാണ്. അതിൽ സന്തോഷമുള്ളൂ.